ജയനേട്ട നമസ്കാരം. ചാലക്കുടിയിലെ പൊതുപ്രശ്നങ്ങളിൽ വേറിട്ട സമര മാർഗങ്ങളുമായിട്ട് വന്ന് പ്രതിഷേധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും കലാഭവൻ മണിച്ചേട്ടൻ്റെ പേരിലുള്ള സർക്കാരിൻ്റെ സ്മാരകം പണിയാത്തതിൽ കണ്ണു മൂടിക്കെട്ടിക്കൊണ്ട് അങ്ങ് സമരം സംഘടിപ്പിക്കുകയാണ്. എന്താണ് ഈ സമരത്തിൻ്റെ ഒരു ലക്ഷ്യം? ഇതുകൊണ്ട് ഈ സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറയാമോ? ഏറ്റവും ആദ്യം ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണടച്ചിരിക്കുന്നത്. ഈ കണ്ണ് കെട്ടിയ സമരം തുടങ്ങിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ജീവിച്ചിരിക്കുമ്പോൾ കലാഭവൻ മണി നമുക്കും ചാലക്കുടിക്ക് പ്രത്യേകിച്ച് അല്ലെങ്കിൽ മലയാളി മക്കൾക്ക് കേരളത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. അതുപോലെ അതുല്യനായ ഒരു കഴിവുള്ള കലാകാരൻ കൂടിയായിരുന്നു. ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും അല്ലെങ്കിൽ വയോധികരുടെയും മനസ്സിൽ എപ്പോഴും കലാഭവൻ മണിയുടെ പാട്ടുകളും സിനിമകളും ഓർമ്മകളും ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മണിക്ക് വേണ്ടി ഒരു കാര്യമേ ഗവൺമെൻറ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചുള്ളൂ. ഒരു പൊതു സ്മാരകം, മണിയുടെ ഓർമ്മകൾ എന്നും നിലനിൽക്കാനായിട്ട് ഒരു സ്മാരകം, മരിച്ചു ആ വ്യക്തിയെ ഒന്ന് ഓർക്കാനായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഓർമ്മകൾ ആ സ്മാരകത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങളായി, 9 വർഷമാവാൻ പോവുകയാണ് ഈ 6-ാം തീയതി മരിച്ചിട്ട്. ആ മണിച്ചേട്ടൻ്റെ നല്ല ഓർമ്മകൾക്ക് മുന്നിൽ ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചേ പറ്റൂ. കാരണം മണിയുടെ ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് ദൂരം ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ള സുഹൃത്തുക്കളിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കലാഭവൻ മണി അന്നും ഇന്നും മരിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മകളായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കലാഭവൻ മണിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ഗവൺമെൻറ് ചെയ്തേ പറ്റൂ. അത് ഏത് ഗവൺമെൻറ് ആയാലും, ഏത് രാഷ്ട്രീയ കൊടിയുടെ വ്യത്യാസത്തിലായാലും, നല്ല വ്യക്തിത്വത്തിൻ്റെ ആ ഉടമയ്ക്ക് ഒരു സ്മാരകം പണിയാനായിട്ട് ഇത്രയും ഫണ്ട് അനുവദിച്ചിട്ട് മന്ത്രി തലങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള തലങ്ങളിലോ രാഷ്ട്രീയ തലങ്ങളിലോ ഇതൊന്നും ചെയ്യാതെ നമ്മളെയൊക്കെ കഴുതകളാക്കി വിഡ്ഢികളാക്കി മുന്നോട്ട് പോകുന്ന ഈ രാഷ്ട്രീയ നടപടിക്കെതിരെയാണുള്ള ശക്തമായിട്ടുള്ളൊരു താക്കീതാണ് ഈ സമരം. ഇപ്പോൾ ഈ മണിയുടെ സ്മാരകവുമായി ബന്ധപ്പെട്ട് ചാലക്കുടി നഗരസഭയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ ഇടപെടലുകളും പൂർത്തിയായിരിക്കുന്നു. അതുപോലെ തന്നെ MLA നേതൃത്വത്തിൽ നിരവധി പ്രാവശ്യം നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് മറ്റൊരു കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് CS സുരേഷ് പറയുന്നത് ഇവിടെ മുൻ ചെയർമാൻ ശ്രീ എബി ജോർജിൻ്റെ പിതാവിൻ്റെ സ്മാരകം പണിത ഒരു വേഗത ഇതിനോട് കാണിക്കുന്നില്ല എന്നാണ്. അങ്ങ് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുത മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുന്നത്? ഇത് ഗവൺമെന്റിനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഇത് ഓരോ വ്യക്തികളും മനസ്സിലാക്കിക്കൊണ്ട്, അതായത് കലാഭവൻ മണിയെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഇതിലൊരു രാഷ്ട്രീയ തലമല്ല. മണി വളരെയധികം നമുക്കറിയാം, ഇടതുപക്ഷ ചിന്താഗതിയോടുകൂടിയും ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ, അതായത്